اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن ينصركم الله فلا غالب لكم وإن يخذلكم فمن ذا الذي ينصركم من بعده وعلى الله فليتوكل المؤمنون. عن ابن عباس رضي الله تعالى عنهما أنه قال: فرض رسول الله صلى الله عليه وسلم زكاة الفطر طهرا للصيام من اللغو والرفث وطعما للمساكين أو كما قال عليه الصلاة والسلام. صدق الله العظيم وصدق رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളായ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമളാൻ അതിൻ്റെ 30 ദിവസം നോമ്പനുഷ്ഠിച്ച് അല്ലാഹു തആല നമുക്ക് അനുവദിച്ചു തന്ന പെരുന്നാൾ ഈദ് ആഘോഷിക്കുന്നതിനു വേണ്ടി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മസ്ജിദിൽ നമ്മൾ ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാളുകളിൽ നമ്മൾ അനുഷ്ഠിച്ച ഇബാദത്തുകൾക്ക്, നോമ്പിന്, നമസ്കാരങ്ങൾക്ക്, മറ്റിതര നമ്മുടെ ആരാധനകൾക്ക് പ്രപഞ്ചനാഥനായ റബ്ബുൽ ആലമീൻ പ്രതിഫലം നൽകുന്ന ഒരു ദിവസമാണിത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന് സത്യവിശ്വാസികളെ നോക്കിക്കൊണ്ട് അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട്: ഫവഇസ്സതി വജലാലി, എൻ്റെ മഹത്വത്തിൽ സത്യം, എൻ്റെ ഔന്നത്യത്തിൽ സത്യം, നിങ്ങളെ ഒരിക്കലും ഞാൻ പാപികളുടെ ഇടയിൽ വെച്ച് നിന്ദ്യപ്പെടുത്തുന്നതല്ല. നിങ്ങൾ ഇന്ന് എന്നോട് എന്തൊക്കെ ചോദിക്കുമോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങളുടെ പാരത്രിക ജീവിതത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ചോദിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകും. ഭൗതിക ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾക്ക് നന്മ ഏതാണെന്ന് നോക്കിയിട്ട് അതും ഞാൻ നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് ഈ നമസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ നമ്മളോട് അല്ലാഹു പറയും: ഇൻസരിഫു മഗ്ഫൂറൻ ലക്കും, നിങ്ങൾ പൊയ്ക്കൊള്ളുക, നിങ്ങൾക്കിതാ മാപ്പ് നൽകപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ പാപമോചനം ലഭിച്ചവരായിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹീതരായ മലക്കുകളെ നോക്കി അഭിമാനത്തോടു കൂടിയാണ് റബ്ബുൽ ആലമീൻ ഈ വാക്ക് പറയുന്നത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അറിയിക്കുന്നുണ്ട്, ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ഭൂമിയുടെ മുകളിൽ ജീവിക്കുന്ന മനുഷ്യ വിഭാഗങ്ങളിൽ ഏറ്റവും ഭാഗ്യവാന്മാരായ, ഏറ്റവും വലിയ പ്രപഞ്ചനാഥന്റെ ഭാഗത്തുനിന്നുള്ള ഓഫർ കിട്ടി മടങ്ങിപ്പോകുന്ന ഒരു രീതിയിലാണ് ഇന്ന് നമ്മൾ ഈദ് നമസ്കാരത്തിന് എത്തിയിട്ടുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ മടങ്ങിപ്പോകുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്ത് നമ്മളെ പരിശുദ്ധിപ്പെടുത്തിയാണ് വിടുന്നത്. ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞ് എത്ര പരിശുദ്ധനാണോ അതേ ഒരു പരിശുദ്ധിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഈ പരിശുദ്ധിയോടുകൂടിയാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ മസ്ജിദിൽ നിന്നും മടങ്ങുന്നത്. അത്രയും പരിശുദ്ധി കിട്ടുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില ബാധ്യതകളും അല്ലാഹുവിനോട് ചില കടമകളും കടപ്പാടുകളുമുണ്ട്. ഒന്നാമത്തെ നമ്മളുടെ ബാധ്യത, ഇനി ഒരിക്കലും മറിച്ചൊരു ജീവിതത്തിലേക്ക്, വീണ്ടും കുറ്റകരമായ കാര്യങ്ങളിലേക്ക് മടങ്ങിപ്പോകാതെ മരണം വരെയും എൻ്റെ റബ്ബിന് പൊരുത്തമുള്ള രീതിയിൽ ഞാൻ ജീവിക്കുമെന്ന ഒരു പ്രതിജ്ഞ ചെയ്യുക എന്നുള്ളതാണ്. മനുഷ്യരായ നാം നമ്മളുടെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ഭൂമി ലോകത്ത് സ്വാതന്ത്ര്യം നൽകപ്പെട്ടവരാണ്. പക്ഷേ നമ്മളുടെ ഇച്ഛകളെ കടിഞ്ഞാണിട്ടുകൊണ്ട് അതിനെ നമ്മുടെ സൃഷ്ടാവായ പടച്ചതമ്പുരാൻ ഏത് രീതിയിൽ പൂർത്തീകരിക്കണമെന്ന് കൽപ്പിച്ചോ
ആ രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കുമ്പോഴാണ് പരീക്ഷണമാകുന്ന നമ്മളുടെ ജീവിതത്തെ നമുക്ക് വിജയകരമാക്കി തീർക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇത്തരമൊരു സന്തോഷത്തിന്റെ ദിനത്തിൽ നമ്മൾ ഒന്നാമതായി ആ ഒരു രീതിയിൽ ഒരു പ്രതിജ്ഞ എടുക്കുക. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരാധനകളിൽ 5 നേരത്തെ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുന്ന അവസാന സമയത്തും ഉമ്മത്തിനോട് നമ്മളോട് ചെയ്ത വസിയത്താണ് അല്ലാഹ ഫിസ്സലാ, നിങ്ങൾ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നമസ്കാരത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന വസിയത്ത്. ഇസ്ലാമിക ശരീഅത്തിലെ ഏറ്റവും മോശമായ പേര് ഒരു പക്ഷേ താരിഖ് സലാത്ത് എന്നതായിരിക്കും. നമസ്കരിക്കാത്തവൻ, നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ. ആ ഒരു നാമം നമ്മളുടെ തലയിൽ വരാതെ ജീവിതത്തെ സൂക്ഷിക്കാൻ ഒന്നാമതായിട്ട് നമുക്ക് കഴിയണം സഹോദരങ്ങളെ. ഇത് ഈ ദിവസത്തിലുള്ള അല്ലാഹുവിനോടുള്ള നമ്മളുടെ ഒരു കരാറായി മാറണം. ഏതൊരു മനുഷ്യന് അത് സൂക്ഷിക്കാൻ കഴിയുന്നില്ലയോ അവൻ ദുർഭാഗ്യവാനാണ്, നഷ്ടവാളിയാണ്, പരലോകത്ത് അവനൊരു രക്ഷയും ഉണ്ടാകുകയില്ല. ഇങ്ങനെ അനേകം താക്കീതുകൾ ഹദീസുകളിൽ കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് നമ്മളോട് ആവശ്യപ്പെടുന്ന ഈ സ്വലാത്ത് അഥവാ നമസ്കാരം, അത് ജീവിതത്തിൽ നമ്മളുടെ റൂഹ് അവശേഷിക്കുന്നിടത്തോളം കാലം നഷ്ടപ്പെടുത്തുകയില്ല എന്ന ഒരു ദൃഢനിശ്ചയം, ഒരു പ്രതിജ്ഞ ഈ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ മനസാക്ഷി കൊണ്ട് നമ്മൾ എടുക്കുക, അള്ളാഹുവിന്റെ മുന്നിൽ പ്രതിജ്ഞ ചെയ്യുക. രണ്ടാമത്തെ ഒരു കാര്യം, ഇതൊരു സന്തോഷത്തിന്റെ ദിവസമാണ്. അല്ലാഹു തആല അനുഗ്രഹിച്ചു നൽകിയ, അനുവദിച്ചു നൽകിയ, ആഘോഷിക്കാൻ പറഞ്ഞൊരു ദിവസം. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിന്റെ നന്മകളിൽ നിന്നും നമ്മൾ തടയപ്പെട്ടു പോകാതിരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഹദീസുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് സഹോദരങ്ങളെ പരസ്പരമുള്ള ബന്ധങ്ങളെ ചേർക്കുക എന്നത്. പ്രത്യേകിച്ച് കുടുംബ ബന്ധം, അതിനോടൊപ്പം മറ്റെല്ലാ ബന്ധങ്ങളും. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലദീന യുഫ്സിദൂന ഫിൽ അർദ് الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك لهم اللعنة ولهم سوء الدار. الذين ينقضون عهد الله من بعد ميثاقه, അള്ളാഹുവിനോട് കരാറെടുത്തതിന് ശേഷം ആ കരാറിനെ പൊളിച്ചു കളയുന്നവർ, അതിനെ ലംഘിക്കുന്നവർ. ويقطعون ما أمر الله به أن يوصل, അല്ലാഹു തആല ചേർത്തു വെക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ അറുത്തുമാറ്റുന്നവർ. വയുഫ്സിദൂന ഫിൽ അർദ്, അങ്ങനെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ. ഉലൈക ലഹുമുൽ ലഅനത്തു വലഹും സൂഉദ് ദാർ, അവർക്കാണ് ശാപം, അവർക്കാണ് മോശമായ ഭവനം. അത്തരക്കാർക്ക് ഈ ദിവസം അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ലഭ്യമാകാൻ പാടാണ് എന്ന് ഹദീസുകൾ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, 30 ദിവസത്തെ നമ്മളുടെ ത്യാഗം, അത് നമ്മളുടെ ജീവിതത്തിൽ അതിനെ അർത്ഥപൂർണമാകാൻ, പ്രതിഫലാർഹമായി തീരാൻ വളരെ പ്രാധാന്യത്തോടുകൂടി നാം ശ്രദ്ധിക്കുക. നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നമ്മൾ ചേർക്കുക. കേവലം താൽക്കാലികമായ നമ്മുടെ ചില ചെറിയ ചില്ലറ പ്രശ്നങ്ങളുടെ പേരിലായിരിക്കും നമ്മൾ പരസ്പരം കുടുംബ ബന്ധങ്ങളെ ചിലപ്പോൾ അകറ്റി നിർത്തുന്നത്. അതിന്റെ ദുരന്ത ഫലം, അതിന്റെ ദുരന്തം അതിഭീകരമാണ് എന്ന് ഖുർആൻ തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഉലൈക ലഹുമുൽ ലഅനത്തു, അള്ളാഹു പറഞ്ഞത് അത്തരക്കാർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്നാണ്. അത്തരക്കാർക്ക് അള്ളാഹുവിന്റെ ശാപമാണ്. വലഹും സൂഉദ് ദാർ, അവർക്ക് വളരെ മോശമായ മടക്കമാണ് എന്നാണ് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു സ്ഥലത്തല്ല, ഖുർആൻ വിവിധ സ്ഥലങ്ങളിൽ ഈ ഒരു താക്കീത് നമ്മളോട് നൽകുന്നുണ്ട്. അതുകൊണ്ട് പൊതുവായി നമ്മൾ കുടുംബ ബന്ധത്തെ പ്രത്യേകം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക. എന്തെങ്കിലും ചെറിയ കാരണങ്ങളുടെ പേരിൽ നമ്മൾ ബന്ധങ്ങൾ മുറിച്ചു കഴിയുന്നവരാണെങ്കിൽ ഈ സന്തോഷത്തിന്റെ ദിനത്തിൽ, ഈ ആഹ്ലാദത്തിന്റെ ദിനത്തിൽ നാം ആ ബന്ധങ്ങളെ ഇളക്കിച്ചേർത്ത്, നാം അല്പമൊന്ന് വിനയം കാണിക്കേണ്ടി വന്നാൽ നമ്മുടെ ദുരഭിമാനം വെടിഞ്ഞുകൊണ്ട്, വിനയം കാണിച്ചുകൊണ്ട് ആ ബന്ധങ്ങളെ ചേർത്ത് അല്ലാഹുവിന്റെ പ്രീതി, അതാണ് ഏറ്റവും വലുത് എന്ന ബോധത്തോടുകൂടി അതിനെ നമ്മളുടെ മനസ്സുകൊണ്ട് സ്വീകരിച്ച് പ്രാവർത്തികമാക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക.
അതോടൊപ്പം സഹോദരങ്ങളെ, പൊതുവായ നമ്മളുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം, എല്ലാ മുഅ്മിനീങ്ങളുമായിട്ടുള്ള ബന്ധം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. അല്ലാഹുവാണ് സത്യം, വിശ്വാസിയല്ല. അല്ലാഹുവാണ് വിശ്വാസിയല്ല, അല്ലാഹുവാണ് വിശ്വാസിയല്ല. ഖീല, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമോട് ചോദിക്കപ്പെട്ടു, ആരാണ് അല്ലാഹുവിന്റെ പ്രവാചകരെ വിശ്വാസിയല്ലാത്ത മനുഷ്യൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അല്ലദീ ലാ യുഅ്മിനു ജാറുഹു ബവാഇഖഹു. ഏതൊരു മനുഷ്യന്റെ അയൽക്കാരൻ, ഏതൊരു മനുഷ്യന്റെ കൂട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർ അവന്റെ ഉപദ്രവത്തിൽ നിന്നും നിർഭയനല്ലയോ, അങ്ങനെയുള്ളവൻ വിശ്വാസിയല്ല എന്ന് 3 പ്രാവശ്യം അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് ആണയിട്ടുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് മുഴുവൻ മുഅ്മിനീങ്ങളോടും, നമ്മുടെ അയൽക്കാരോട്, നമ്മൾക്ക് പരിചയമുള്ളവരോട്, നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാവരോടുമുള്ള വിദ്വേഷങ്ങൾ, വൈരാഗ്യങ്ങൾ മനസ്സിൽ നിന്നും പരിപൂർണമായി എടുത്തു മാറ്റി പരസ്പരമുള്ള ആ സ്നേഹവും ബന്ധവും നമ്മൾ കൈമാറേണ്ട ഒരു ദിവസവും അതിന് നമ്മൾ പ്രതിജ്ഞ ചെയ്യേണ്ട ഒരു ദിവസവും കൂടിയാണ്. സഹോദരങ്ങൾ, അതോടൊപ്പം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓർമ്മപ്പെടുത്തി: ലാ തഹാസദു വലാ തബാഗദു വലാ തദാബറു വലാ തനാജസു വകൂനു ഇബാദല്ലാഹി ഇഖ്വാന വലാ യഹല്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക തലാഖ്. നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത്, നിങ്ങൾ പരസ്പരം ഭിന്നിക്കരുത്, നിങ്ങൾ പരസ്പരം മിണ്ടാതെ കഴിയരുത്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ മുഖം തിരിഞ്ഞു പോകരുത്. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന. അല്ലാഹുവിന്റെ ദാസന്മാരെ, നിങ്ങളെല്ലാം ഒറ്റ സഹോദരങ്ങളെ പോലെ ജീവിക്കുക. ലാ യഹല്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക തലാഖ്. ഒരു വിശ്വാസിക്ക് തന്റെ മറ്റൊരു വിശ്വാസിയോട് 3 ദിവസത്തിലേറെ മിണ്ടാതിരിക്കാൻ അനുവാദമില്ല. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം. ഏതൊരു വിശ്വാസിക്കും തന്റെ മറ്റൊരു സഹോദരനെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ്. ഇർമുഹു വമാലുഹു, അവന്റെ ധനവും അവന്റെ അഭിമാനവും അവന്റെ ജീവനുമൊക്കെ അതിനെ ഹനിക്കൽ നിഷിദ്ധമാണ്. ആയതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ നിങ്ങളെല്ലാവരും ഒരുമവറ്റ മക്കളെപ്പോലെ അല്ലാഹു തആല നിങ്ങളെ ഭൂമിയിലേക്ക് നിയോഗിച്ച നിങ്ങൾ ആ സഹോദര്യത്തോട് വർത്തിക്കുക, നിങ്ങൾ ആ ബന്ധങ്ങളെ മുറിച്ചു മാറ്റരുത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓർമ്മപ്പെടുത്തി. സഹോദരങ്ങളെ, പെരുന്നാൾ വിട്ടുവീഴ്ചയ്ക്കുള്ളതാണ്. പെരുന്നാൾ ഹൃദയത്തിന്റെ പകകൾ മാറ്റാനുള്ളതാണ്. പെരുന്നാൾ പരസ്പരം ആക്രമിച്ച് മാപ്പ് കൊടുക്കാനുള്ളതാണ്. പെരുന്നാൾ ദിവസം സന്തോഷം കൊടുക്കാനുള്ളതാണ്. പെരുന്നാൾ ദിവസം സ്നേഹിക്കാനുള്ളതാണ്. സ്നേഹിക്കാനാണ് ദീൻ പഠിപ്പിച്ചത്, വിട്ടുവീഴ്ച ചെയ്യാനാണ് പഠിപ്പിച്ചത്, ഹൃദയം ശുദ്ധീകരിക്കാനാണ് പറഞ്ഞത്. വാഫു അമ്മ വലമക്ക, നിന്നോട് അക്രമം ചെയ്തവനെ നീ മാപ്പ് ചെയ്യുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിക്കുകയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല അത് കൽപ്പിക്കുകയുണ്ടായി. അങ്ങനെയുള്ള ആ ഏറ്റവും ഉയർന്ന ആ സ്വഭാവം അത് മനഃപൂർവ്വം നമ്മുടെ മനസ്സിനെ കൊണ്ട്, മനസാക്ഷിയെ കൊണ്ട് അംഗീകരിപ്പിച്ച് അതിനെ സ്വയത്തമാക്കാൻ ഈ സന്തോഷത്തിന്റെ, ഈ ആനന്ദത്തിന്റെ ദിവസത്തിൽ നമുക്ക് കഴിയണം. സഹോദരങ്ങളെ, നമ്മളോളം അല്ലെങ്കിൽ നമ്മുടെ മുൻഗാമികളോളം ലോകത്ത് വിട്ടുവീഴ്ച ചെയ്ത ആരെയും നമുക്ക് കാണാൻ കഴിയില്ല. ആർക്കെല്ലാം മാപ്പ് കൊടുത്തു, ആർക്കെല്ലാം വിട്ടുവീഴ്ച ചെയ്തു. അതുകൊണ്ട് തന്നെ പരസ്പരമുള്ള ഇത്തരം കാര്യങ്ങൾ അതിനെ നമ്മൾ പരിപൂർണമായി നമ്മൾ മാപ്പ് ചെയ്യുക. മാതാപിതാക്കളോട് നമുക്ക് വൈരാഗ്യമുണ്ടെങ്കിൽ, മക്കളോട് നമുക്ക് വൈരാഗ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ, ഭാര്യമാരോട് നമ്മൾ പിണങ്ങിക്കഴിയുന്നുണ്ടെങ്കിൽ, നമ്മുടെ മക്കളോട് നമ്മൾ പിണങ്ങിക്കഴിയുന്നുണ്ടെങ്കിൽ, നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ പിണങ്ങിക്കഴിയുന്നുണ്ടെങ്കിൽ, ഈ നിമിഷത്തിൽ ആലോചിക്കുക, ചിന്തിക്കുക. നമ്മളുടെ ഹൃദയം ഒരു വിശ്വാസ ഹൃദയമായിട്ട് മാറണം. നമ്മുടെ ഹൃദയം ഒരു മുഅ്മിനിന്റെ ഹൃദയമായിട്ട് മാറണം. നമ്മുടെ ഹൃദയം അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് കരസ്ഥമാക്കുന്ന ഒരു ഹൃദയമായിട്ട് മാറണം. നമ്മൾക്ക് അവരോടുള്ള വൈരാഗ്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എപ്പോഴും തീർന്നു പോകാവുന്ന ഒരു ജീവിതം. ഇന്ന് നമ്മൾ കുളിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് സുഗന്ധങ്ങൾ പൂശി ഇവിടെ വന്നിരിക്കുമ്പോ കഴിഞ്ഞ ഇതേ പെരുന്നാളിന് നമ്മളോടൊപ്പം ഇവിടെ ഇരുന്ന എത്ര സഹോദരങ്ങൾ ആലോചിച്ചു നോക്ക്. അവരിന്ന് ഖബറിലാണ്. ഇന്നവർ നമ്മളോടൊപ്പം ഇല്ല. അവരിൽ പലരും നമ്മളുടെ ബന്ധുക്കളായിരുന്നു. അവരിൽ പലരും നമ്മളോടൊപ്പം ഉറങ്ങിയവരാണ്. പലരും നമ്മളെ ലാളിച്ചവരാണ്. പലരോടും പലപ്പോഴും